ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലയിൽ ഒരു പാടുണ്ട്. ഞാൻ ചോദിച്ചു എന്നാ പിടിച്ചതാ മാനേന്ന് ചോദിച്ചു. നേരം പറഞ്ഞു ഇത് കൊണ്ടതാന്ന് പറഞ്ഞു, കഥകിനിട്ട് പിടിച്ചതാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ ചേട്ടാ എന്നെ പിടിച്ച് ഭിത്തിക്കിട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു. നീ എന്ത് ചെടി പറയാഞ്ഞ് പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് ഓർത്താ. നീ പപ്പായോട് പറഞ്ഞെന്ന് പറഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയത്. ഇങ്ങനെ കൊടുക്കുന്നൊന്നും ഇല്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ കൊച്ചിന് വേണ്ടി ശ്രമിക്കത്തില്ലായിരുന്നു. അങ്ങനെ ചേച്ചിയോട് പൈസ ചേച്ചി എന്നോട് ചോദിച്ചിട്ട് എൻ്റെ ഇപ്പോഴും അതിൻ്റെ വാട്സപ്പ് മെസ്സേജ് കിടപ്പുണ്ട്. ചേച്ചി അത്ര മനംനൊന്നിട്ടാണ് എന്നോട് ചോദിച്ചത്. എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ പൈസ തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അത്ര മനംനൊന്നിട്ടാണ് എനിക്കെന്നാ മെസ്സേജ് അയച്ചത്. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം തൊട്ടുണ്ട്. കോട്ടയം ഏറ്റുമാനൂര് അഡ്വക്കേറ്റ് ജിസ്മോൾ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ 2 കുഞ്ഞു പെൺമക്കളുമായി ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇതെന്റെ 3ാമത്തെ വീഡിയോ ആണ്. ഇന്ന് ജിസ്മോളുടെ അച്ഛനും സഹോദരനും മാധ്യമങ്ങളെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ 2ാമത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്. ഈ ജിസ്മോളുടെ ഭർത്താവും ഭർത്താവിന്റെ സഹോദരിയും അവരുടെ അമ്മയും അവർക്ക് നല്ല രീതിയിലുള്ള പങ്കുണ്ട് ഈ ഒരു സ്ത്രീ അവരുടെ കുഞ്ഞുങ്ങളുമായി ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തതിൽ. അതാ ഇന്ന് ജിസ്മോളുടെ അച്ഛനും സഹോദരനും വളരെ വ്യക്തമായി വിത്ത് തെളിവുകൾ നമ്മളോട് പറയുകയാണ്. അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് വേറൊന്നുമല്ല, എനിക്ക് ജിസ്മോളുടെ സഹോദരനോടാണ് ചോദിക്കാനുള്ളത്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് വേറൊന്നുമല്ല, കല്യാണം കഴിഞ്ഞ് ജിസ്മോളെ അവരുടെ ഭർത്താവ് കല്യാണം കഴിച്ച് 2ാമത്തെ മാസം തൊട്ട് ആ സ്ത്രീയെ ഈ പരനാറി ഉപദ്രവിക്കുമായിരുന്നു. ഭർത്താവ് എന്ന് പറയുന്ന ആ പരനാറി ആ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ജിസ്മോളുടെ സഹോദര, നിങ്ങൾക്കിത് അറിയാമായിരുന്നെങ്കിൽ എന്തിന് ഇത്രയും കാലം ആ സ്ത്രീയെ ആ വീട്ടിൽ തുടരാൻ നിങ്ങൾ സമ്മതിച്ചു? ഇപ്പൊ നിങ്ങൾ പറയുമായിരിക്കും, അല്ലെങ്കിൽ ജിസ്മോള് അവരുടെ മനസ്സിൽ വിചാരിച്ചിരുന്നത് ഒരു കുടുംബമല്ലേ, എന്തിനത് തകർക്കണം, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് വിചാരിച്ചായിരിക്കും അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളും അത് വിചാരിച്ചു കാണും. ജിസ്മോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഓക്കെ ശരിയാണ്, കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വേണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ സഹോദരി അവിടെ നിർത്തിയതായിരിക്കാം. അങ്ങനെ നിങ്ങൾ നിർത്തിയത് കൊണ്ടാണ് ഇന്ന് ആ സഹോദരി ഇല്ലാതെയായത്. അവരന്ന് കല്യാണം കഴിഞ്ഞ് 2ാം മാസം തൊട്ട് ആ പരനാരിയുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വന്നപ്പോൾ നിങ്ങൾ അപ്പൊ തന്നെ ആ ഒരു സഹോദരിയെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിർത്തേണ്ടതായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്ക് ഇന്നും ജീവനോടെ നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. എന്താണെങ്കിലും ജിസ്മോളുടെ അച്ഛനും സഹോദരനും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കേൾക്കാം. അതോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട ഏറ്റുമാനൂരിലെ പോലീസുകാർ എത്രയും പെട്ടെന്ന് പോയി ആ ഒരു തന്തപ്പടിയെ, അതായത് ആ 2 കുഞ്ഞു പിള്ളേരുടെ അച്ഛൻ, ഈ ഒരു ജിസ്മോളുടെ ഭർത്താവ്, ആ പരനാറിയെയും അവരുടെ അമ്മയെയും അവരുടെ സഹോദരിയെയൊക്കെ കസ്റ്റഡിയിലെടുക്കുക. കാരണം എന്തൊക്കെയോ അവർക്ക് നല്ല രീതിയിലുള്ള പങ്കുണ്ട് ഈ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൽ. ഇനി ആത്മഹത്യ തന്നെയാണോ ഈ പരനാറി എല്ലാവരും കൂടെ തള്ളി കൊന്ന് ഇട്ടതാണോ ഒന്നും നമുക്കറിയില്ല. അത് നിങ്ങൾ തെളിയിക്കുക. എന്താണെങ്കിലും ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛനും സഹോദരനും പറയുന്ന കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതിനകത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അവള് ഒരിക്കലും ആത്മഹത്യ ചെയ്യല. ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. അതാണ് ഞാൻ നിയമപരമായിട്ട് അങ്ങേ അറ്റം പോയി എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പോകും. ഏത് അറ്റം വരെ പോകും. അതേ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ UK നിന്ന് വിളിച്ചവളെ. അപ്പോൾ അവൾ വിളിച്ചിട്ട് എടുത്തില്ല. വിഷുവല്ലേ എടുക്കുന്നില്ലെന്ന്. വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ ഒതുക്കുമായിരുന്നു. അവിടെ എല്ലാവരുമായിട്ട് ഇവള് ഇവിടെ ഓഫീസിലാണ്. ഇവിടെ ഓഫീസിൽ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലയിൽ ഒരു പാടുണ്ട്. ഞാൻ ചോദിച്ചത് എന്നാ പിടിച്ചതാ മാനേന്ന് ചോദിച്ചു. നേരം പറഞ്ഞു ഇത് കൊണ്ടതാന്ന് പറഞ്ഞു, കഥകിനിട്ട് പിടിച്ചതാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ ചേട്ടാ എന്നെ പിടിച്ച് ഭിത്തിക്കിട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു. നീ എന്ത് ചെടി പറയാഞ്ഞ് പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് ഓർത്താ. നീ പപ്പായോട് പറഞ്ഞെന്ന് പറഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയത്. കേട്ടല്ലോ നിങ്ങള്, ആ പാവം സ്ത്രീയുടെ ഭർത്താവ് ആ പരനാറി അവരുടെ തലയൊക്കെ കൊണ്ടുവന്ന് ഭിത്തിയിലും അവിടെയൊക്കെ ഇടിപ്പിക്കുമായിരുന്നു. അത് ഇദ്ദേഹം അറിഞ്ഞു. ആ മോളുടെ വായിൽ നിന്ന് തന്നെ അദ്ദേഹം കേട്ടു, എന്റെ ഭർത്താവാണ് എന്റെ തലയൊക്കെ ഇങ്ങനെ ഇടിച്ച് പരുവാക്കിയത്. എന്നിട്ട് അത് പറയാൻ അവർ ആദ്യമേ മടിച്ചു. അത് വേറൊന്നും കൊണ്ടല്ല, ഈ അച്ഛൻ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കും. ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേരും പറഞ്ഞ് ആ പരനാറി വീണ്ടും ആ ഒരു സ്ത്രീയെ ഉപദ്രവിക്കും. അത് പേടിച്ച് അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ഒരു ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റ് ആയിരുന്നു. അവർക്കാണ് ഈ ഒരു അവസ്ഥ, അവർക്കാണ് ഈ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നത് സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം നമുക്ക്. അപ്പൊ സാധാരണക്കാരായ നമ്മുടെ അവസ്ഥയോ? അനുഭവമുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അനുഭവമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്രയും പെട്ടെന്ന് പോകണം. നിങ്ങൾ ഇതും സഹിച്ച് കിടക്കേണ്ട കാര്യമില്ല. അങ്ങനെ സഹിച്ച് കിടന്ന ഒരാളെ എനിക്കറിയാം.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ സഹിച്ച് കിടക്കേണ്ട കാര്യമില്ല. അന്നൊന്നും എനിക്ക് അങ്ങനെ പറയാൻ, ഇങ്ങനെ സഹിച്ച് കിടക്കണ്ട എന്ന് പറയാനുള്ളൊരു ബോധം അല്ലെങ്കിൽ അത്രയും ചെറുപ്പമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്, അങ്ങനെ കിടക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാലിൽ നിൽക്കാം. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഒരു പരനാറിയുടെയും കാലിനടിയിൽ കിടക്കേണ്ട കാര്യമില്ല അടിയും തൊഴിയും കൊണ്ട്. നമുക്ക് ബാക്കി കേൾക്കാം എന്താണെങ്കിലും. പിന്നെ ആ ഒരു അച്ഛൻ ഷൈനിയുടെ കേസ് നിങ്ങൾ മറന്നു കാണത്തില്ല. കോട്ടയത്ത് ഷൈനി എന്ന് പറയുന്ന ഒരു സ്ത്രീ കുറച്ച് ആയിട്ടുള്ളൂ ഈ ഏറ്റുമാനൂരിൽ തന്നെ അവർ ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ട്. അവരുടെ ഭാഗത്ത് ശരി, അവരെ എന്താണോ അവരുടെ കേസിൽ അവരുടെ ഭർത്താവിനെ കുറച്ച് നാളകത്തിട്ടും അവൻ ഇറങ്ങി പോകുന്നു ജാമ്യത്തിന്. ഇനിയിപ്പം ആ ഒരു സ്ത്രീയുടെ വീട്ടുകാർക്കാണെങ്കിൽ പോലും അത്ര ആ ഒരു കേസ് നടത്താനും തെളിയിക്കാനുമുള്ള വലിയൊരു ആകാംക്ഷ ഒന്നും ഉണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അന്നും തോന്നിയിട്ടില്ല. ഇന്ന് പോയി ആ കേസ്. ഈ ഒരു വിഷയത്തിൽ എന്താണെങ്കിലും ഈ ഒരു പെൺകുട്ടിയുടെ ജിസ്മോളുടെ അച്ഛനും സഹോദരനും ഒക്കെ സത്യം തെളിയിക്കണം. അവരുടെ മരണത്തിന് കാരണക്കാരായ ആ ഒരു കുടുംബത്തിന് ഈ ഒരു നാട്ടിലെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകും. അതിൽ എല്ലാവിധ സപ്പോർട്ടുമായിട്ട് ഞാനും കാണും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ ചെയ്താണെങ്കിലും ഞാൻ ചെയ്യും. നമുക്ക് ബാക്കി കാണാം. അതുകൊണ്ടാണ് എനിക്കൊരു കുടുംബം വേണ്ടേ. തന്നെയല്ല അവള് വക്കീലാണ്, അവൾക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യമില്ല. എല്ലാം തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലല്ല, ചേച്ചി ഫുൾ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറുമെന്ന് പറയാം. അപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ, ഞങ്ങളമ്മ ആക്സിഡന്റ് മരിച്ചപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ വന്നായിരുന്നു. അത് 3 ഇയർ കിടന്നത് ഇതായി ചേച്ചിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. ചേച്ചി അതെടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ലൈറ്റിലൊക്കെ കയറി എവിടെയെങ്കിലും മീൻസ് അവിടെ നോർത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്ന്, അളിയനെയും കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ജിമ്മിനെയും കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് അന്ന് സംസാരിച്ചത്. ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ വരണം, അങ്ങനെ എല്ലാം ചേച്ചി ഫ്യൂച്ചറിലോട്ട് ചേച്ചിയുടെ കുറേ ആഗ്രഹങ്ങൾ എന്നോട് അന്ന് പറഞ്ഞതാണ്. ചേച്ചി ആ ഒരു രീതിയിൽ ചേച്ചി എന്നോട് സംസാരിച്ച് വെച്ചിട്ട് ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല. ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് പോലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ചേച്ചിനെയാണ് ആദ്യം വിളിക്കുന്നത്. പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ഞായറാഴ്ചയാണ്. എൻ്റെ വൈഫ് മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം രാമൂരത്ത് വെച്ചുണ്ടായിരുന്നു. അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കുവാണ്. പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം, രാവിലെ പള്ളിയിൽ പോയി. അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാറ്റസ് ഇട്ടു. അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവരെ എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം എന്തായാലും. ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ചയോട്ടോ എന്തോ ഉണ്ടായിട്ടുണ്ട്. അതെന്തായാലും കണ്ടുപിടിക്കണം. അതെന്താണെങ്കിലും കണ്ടുപിടിക്കണം. അത് ഇവിടുത്തെ പോലീസുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ചയോ അതോ തിങ്കളാഴ്ചയോ ആ വീട്ടിൽ എന്തോ നടന്നിട്ടുണ്ട്. കാരണം ആ രീതിയിലുള്ള മെസ്സേജസ് ഈ ഒരു വ്യക്തിയുടെ, ഈ ജിസ്മോളുടെ ഭർത്താവിന്റെ ഭാര്യയ്ക്ക് അവർ ആ ഒരു രീതിയിലുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം കേട്ടല്ലോ, ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു സ്ത്രീയായിരുന്നു അഡ്വക്കേറ്റ് ജിസ്മോള്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് ഓടിയ ഒരു സ്ത്രീ. അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ ആരും ഇല്ലാതെയായിപ്പോയി. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പോലും അവർക്ക് സ്വന്തം കുടുംബം എന്നുള്ളൊരു ആഗ്രഹം അത് ഇല്ലാതെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു പുറകിലോട്ട് നിന്നത്. ഇതെല്ലാം അവർ ആ വീട്ടിൽ സഹിച്ചത്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, എന്തിന് നിങ്ങളിങ്ങനെ സഹിക്കുന്നു? എന്തിനു സഹിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി? ഇല്ലെങ്കിൽ സ്വന്തം ഒരു കുടുംബം കെട്ടിക്കൊടുക്കാൻ വേണ്ടി വല്ലോന്റെ അടിയും ചവിട്ടും, അത് ഭർത്താവ് ആയിക്കോട്ടെ, ഇതുപോലുള്ളവനെയൊക്കെ ഭർത്താവെന്ന് വിളിക്കാമോ? ആ ഒരു സ്ത്രീയുടെ തല കൊണ്ട് ഭിത്തിയിലിടിയിപ്പിക്കുക, ഇതുപോലൊക്കെ ചെയ്യുന്നവനെ ഒരു ഭർത്താവെന്ന് കരുതി ഒരു രീതിയിലുള്ള റെസ്പെക്റ്റും നിങ്ങളുടെ വീട്ടിൽ, എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിമാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു റെസ്പെക്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇതുപോലുള്ള പരനാറിക്ക് എന്തിന്? നിങ്ങൾക്ക് റെസ്പെക്ട് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് റെസ്പെക്ട് കൊടുക്കാം. നിങ്ങൾക്ക് റെസ്പെക്ട് തരാത്തവൻ ഏതവനാണെങ്കിലും അടിച്ച് പെടലി പൊട്ടിക്കാവൻ്റെ. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ എടുത്തവനെ തല വെക്കണമെന്ന് ഞാൻ പറയത്തില്ല. എന്തിന്? നിങ്ങളെന്താ ആരെങ്കിലും അടിമയാണോ? ഒരിക്കലും അല്ല. ഇവിടുത്തെ ഒരു സ്ത്രീയും ഒരുത്തന്റെ അടിമയല്ല. അതുകൊണ്ട് തന്നെ കാലിനടി കിടന്ന് ഇടിയും ബഹളവും മേടിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. ഇന്ന് ലോകം മാറി. എവിടെ പോയാലും നിങ്ങൾക്ക് ഒരു ചെറിയ ജോലി കിട്ടും, മാന്യമായിട്ടുള്ള ചെറിയ ജോലികൾ നിങ്ങൾക്ക് കിട്ടും. അത് മതിയെന്നേ. ഇതുപോലുള്ളവന്റെ ഇടിയും തൊഴിയും കിടന്ന് ആ വീട്ടിൽ കിടക്കുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾക്ക് ചെറിയൊരു ജോലി ചെയ്ത് നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അവരെ നോക്കി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കൂടെ? അതല്ലേ ഏറ്റവും വലുത്? അതല്ലേ നമുക്ക് വേണ്ടത്? ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് എതിരഭിപ്രായങ്ങൾ കാണും. നിങ്ങൾ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ പറയുക. എൻ്റെ ഒരു ചെറിയ അറിവിൽ നിന്ന് ഞാൻ അനുഭവിച്ചത്, ഞാൻ കണ്ടത് എല്ലാം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു അഭിപ്രായം ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ പറയുക. നമുക്ക് എന്തായാലും ബാക്കി ഈ ഒരു ജിസ്മോളുടെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. അതിലെന്തോ ഒരു
കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട്. ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട്. ആ സ്ത്രീ എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട്. പിന്നെ അമ്മ പുള്ളിക്കാരി നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട്. പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കുകൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തകർന്നുണ്ട്. എൻ്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു. പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണം എന്ന് പറയും. ചേച്ചി എന്നിട്ട് ചേച്ചി ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടുപോയി കൊടുത്തു. ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുമായിരുന്നു. പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല. എൻ്റെ കസിൻസിൻ്റെ ഒരു കല്യാണത്തിന് ഞാൻ ഈ ചേച്ചിനെ വിളിച്ചോണ്ട് പോയത് കള്ളം പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന്. വിടത്തില്ല അവര്. ചേച്ചിനെ പിടിച്ചിരിച്ചേക്കുമായിരുന്നു. എന്ത് ഗതികേടാണെന്നൊന്ന് ആലോചിക്കണം നിങ്ങൾ. ജിസ്മോള് അവർക്ക് അവരുടെ സ്വന്തം കുടുംബത്തിലെ ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ കെട്ടിയവന്റെ കാല് പിടിക്കണം. ഒന്ന് ആലോചിച്ച, ഇങ്ങനെയൊക്കെ കെട്ടിയവന്മാരുടെ കാല് പിടിച്ചിട്ട് സ്വന്തം വീട്ടിൽ പോകുന്ന ചേച്ചിമാരുണ്ടോ? ഈ വീഡിയോ കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കാല് പിടിക്കുന്ന സമയത്ത് അവന്റെ കാലെ പിടിച്ച് വാരി നിലത്തടിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. തെറ്റാണ്, നിയമപരമായിട്ട് തെറ്റാണ്, എന്നോട് ക്ഷമിക്കുക. പക്ഷെ ഒരു സ്ത്രീയെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ച ഒരുത്തനെയൊക്കെ ഇതല്ലാതെ ഞാൻ വേറെ എന്താ പറയണ്ടേ? എടുത്ത് ഞാൻ പൊക്കി തലേ വെക്കണോ? പറ്റത്തില്ല. എനിക്ക് ഒന്ന് ആലോചിച്ചേ നിങ്ങൾ. ആ പാവം സ്ത്രീയുടെ ഒരു അവസ്ഥ. സ്വന്തം അനിയന് കള്ളം പറഞ്ഞ് ചേച്ചി, ഒരു കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ സ്വന്തം അനിയന് കള്ളം പറഞ്ഞ് വേണമായിരുന്നു ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ആ ചേച്ചിയെ കൊണ്ടുപോകാനായിട്ട്. ആ ഒരു ഗതിയോട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം വിടത്തില്ല, പൊത്തി പിടിച്ചോണ്ടിരിക്കുക. അതുപോലെ തന്നെ അവർക്കൊരു ഓഫീസ്, എടാ നാറി ജിമ്മിയൊക്കെ എന്ത് തേങ്ങ, നിന്റെ പേര് പോലും എനിക്ക് അറിയണ്ട. ജിസ്മോളുടെ ഭർത്താവിന്റെ എടാ പരനാറി, സ്വന്തം ഭാര്യയ്ക്ക് ഒരു ഓഫീസ് ഇട്ട് കൊടുത്തതിന് അതിന്റെ പൈസ ഒരാഴ്ചക്കുള്ളിലൊക്കെ ചോദിക്കുന്നത് നീയൊക്കെ എന്ത് മലരനാണ് നീയൊക്കെ? എന്താ ഇവനെയൊക്കെ പറയേണ്ടത്? ഇനി വേറൊരു കാര്യം ഈ ഒരു സഹോദരൻ പറയുന്നുണ്ട്, നിങ്ങൾ അതും കൂടെ ഒന്ന് കേൾക്കുക. ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്, അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ രണ്ടാമത്തെ കൊച്ചുണ്ടായ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചേക്കുവാണ്. എന്നോട് പറഞ്ഞു കുറച്ച് പൈസ അയക്കണം, എന്നിട്ട് പപ്പായ്ക്ക് കൊടുത്തു വിടണം. എന്നിട്ട് വീട്ടിലൊരു സെർവൻറ്റ് നിൽക്കുന്നുണ്ട്, പുള്ളിക്കാരിക്ക് ഫസ്റ്റ് മന്ത് പൈസ കൊടുക്കേണ്ടത് അത് ഞങ്ങളുടെ കടമയാണ്, അതൊക്കെ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ ഇത് പുള്ളി ചേച്ചിയോട് പറഞ്ഞു ഇത് ഇങ്ങനെ കൊടുക്കുന്നൊന്നും ഇല്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ കൊച്ചിന് വേണ്ടി ശ്രമിക്കത്തില്ലായിരുന്നു. അങ്ങനെ ചേച്ചിയോട് പൈസ ചേച്ചി എന്നോട് ചോദിച്ചിട്ട് എൻ്റെ ഇപ്പോഴും അതിൻ്റെ വാട്സപ്പ് മെസ്സേജ് കിടപ്പുണ്ട്. ചേച്ചി അത്ര മനംനൊന്നിട്ടാണ് എന്നോട് ചോദിച്ചത്. എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ പൈസ തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അത്ര മനംനൊന്നിട്ടാണ് എനിക്ക് എന്നാ മെസ്സേജ് അയച്ചത്. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം തൊട്ടുണ്ട്. മോനെ, എടാ സഹോദര, ജിസ്മോളുടെ സഹോദര, ഞാൻ ആദ്യമേ അവസാനം നീ പറഞ്ഞ ആ ഒരു കാര്യത്തോട് തന്നെ തുടങ്ങാം. എടാ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ആ സ്ത്രീ ഇത് അനുഭവിക്കുക. നിനക്കൊക്കെ അത് അറിയാമായിരുന്നെങ്കിൽ പോയി വിളിച്ച് കുടുംബത്ത് കൊണ്ടുവരാൻ മേലായിരുന്നോടാ. എന്തിനതിനെ ഇത്രയും വർഷം അവിടെ ഇട്ടു? അവർക്ക് പറയാൻ ന്യായങ്ങൾ കാണും. അവർക്കൊരു കുഞ്ഞ്, അല്ലെങ്കിൽ അവർക്ക് കല്യാണം കഴിഞ്ഞു, നാട്ടുകാരുടെ മുഖത്ത് വെറുതെ ചീത്തപ്പേര് വേണ്ട, എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാന്ന് വിചാരിച്ചിട്ട് ആ ഒരു സ്ത്രീ അവിടെ കിടന്നു. നീ അവരുടെ അനിയനല്ലേ, നിനക്ക് പറയായിരുന്നല്ലോ, വിളിച്ചു കൊണ്ടുവരായിരുന്നല്ലോ ആ സ്ത്രീയെ വീട്ടിലേക്ക്. അത് ചെയ്തോ നീ? പോട്ടെ നടന്നു പോയതിന് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവരുടെ ഭർത്താവിനോടാണ്, ജിസ്മോളുടെ ഭർത്താവായിട്ടുള്ള ആ പുന്നാര മോനോടാണ് നീ ഇത് കാണുന്നുണ്ടെങ്കിൽ, എടാ സ്വന്തം കൊച്ചിനെ ഉണ്ടാക്കിയതിന്റെ കണക്ക് പറയുന്ന നിന്നെയൊക്കെ എന്നാ ചെയ്യേണ്ടത്? ചാണകം വാരിയൊന്നും എറിഞ്ഞാൽ പോരെ ഇവനെ. ചാണകം, പശുവിന്റെ ചാണകം അല്ല ഇവനെ വാരി എറിയേണ്ടത്, വേറെ വല്ലതും വേണ്ട. ഞാൻ പറയുന്നില്ലത്, നിങ്ങൾ പറ, താഴെ പറ, എന്താ ഇവനെ പറയേണ്ടത്? ഇവനെ പോലുള്ള പരനാറികളുടെ എന്തായാലും അവരുടെ ജീവൻ പോയി. ഇനി അതിനകത്ത് ചൊല്ലി ഇനി ഒരുപാട് തർക്കിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഏറ്റുമാനൂർ പോലീസ് ദയവ് ചെയ്ത് ആ ഒരു സ്ത്രീയുടെ, മരിച്ചുപോയ ആ ഒരു സ്ത്രീയുടെ ആ 2 കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ആ ഒരു ഹസ്ബൻഡിനെ, അവരുടെ ഭർത്താവിനെയും ആ ഒരു അമ്മയും ആ ഒരു പെങ്ങൾക്കൊക്കെ നല്ല ശിക്ഷ തന്നെ കിട്ടണം. മാക്സിമം ഏതൊക്കെ IPC അവരുടെ നെഞ്ചത്ത് വെച്ച് കൊടുക്കാവോ അതൊക്കെ വെച്ച് കൊടുത്ത് 3നെയും പൂട്ടണം. തെളിവുകൾ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് തപ്പുക. ഇപ്പൊ അവർ തന്നെ ഫാമിലിയിൽ നിന്ന് തന്നെ വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചേച്ചിമാരോടാണ്, ഇങ്ങനെ കണ്ടവന്റെ അടിയും കൊണ്ട് കിടക്കരുത്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ മൂവ് ഓൺ ആവണം. ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ ജിസ്മോളുടെ ഈ ഒരു കേസിൽ ഇനി ഒരൊറ്റ കാര്യം മാത്രം തെളിഞ്ഞാൽ മതി. അത് ജിസ്മോളുടെ ഭർത്താവിന്റെ കുടുംബം മാനസികമായിട്ട് ഇവരെ പീഡിപ്പിച്ചത് കൊണ്ട് മാത്രം ഈ ഒരു ജിസ്മോൾ അവരുടെ മക്കളുമായി ആറ്റിൽ ചാടിയതാണോ, അതോ ജിസ്മോളെയും ആ മക്കളെയും ജിസ്മോളുടെ ഭർത്താവും അമ്മയും സഹോദരിയും ചേർന്ന് കൊന്ന് കായലിൽ വലിച്ചെറിഞ്ഞതാണോ?
ഇത് മാത്രം ഇനി പോലീസുകാരൊന്ന് കണ്ടെത്തിയാൽ മതി. അത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്നൊരു അപേക്ഷ മാത്രമേ എന്റെ സൈഡിൽ നിന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക. കൂടാതെ അടുത്ത വാർത്തയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർ.